കായംകുളത്ത് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കുഴിച്ച കുഴിയിൽ വീണ് ബൈക്ക് യാത്രികൻ മരിച്ചിരിക്കുന്നു. 27-കാരനായ ആരോമലാണ് മരിച്ചത്. കായംകുളത്ത് തന്നെ ഇന്നലെ സമാനമായ അപകടത്തിൽ മറ്റൊരു യുവാവിനും പരിക്കേറ്റിരുന്നു. സർവീസ് റോഡിൽ നിന്ന് ദേശീയപാതയിലേക്ക് വന്നതാണ് ആരോമലും സുഹൃത്തും. ഇവിടെ എത്തുമ്പോൾ റോഡ് അവസാനിക്കുകയാണ്. രാത്രിയായതിനാൽ ഒരുപക്ഷെ കാഴ്ച മറിഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ നിയന്ത്രണം വിട്ടതായിരിക്കാം. ഒരു അരയാൾ അടിയിലധികം താഴ്ചയുണ്ട് ഈ കുഴിക്ക്. അതായത് ദേശീയപാതയുടെ ഭാഗമായിട്ട് ഓട പണിതതാണ്. അത് പൂർണ്ണാർത്ഥത്തിൽ പൂർത്തിയാക്കിയിട്ടില്ല. എന്നാൽ മുന്നറിയിപ്പ് ബോർഡുകളൊന്നും സ്ഥാപിച്ചിട്ടില്ല. രാത്രി ആയതുകൊണ്ട് തന്നെ കാഴ്ച മറിഞ്ഞ് ആ യുവാക്കൾ വന്ന് ഈ കുഴിയിലേക്ക് വീഴുകയായിരുന്നു. ആരോമലിൻ്റെ തല ഒരു പക്ഷേ ഈ കോൺക്രീറ്റ് ഇതിൽ തട്ടിയിട്ടുണ്ടാകാം. അതായിരിക്കാം മരണകാരണം. ഇതിപ്പോൾ മൂന്നാമത്തെ അപകടമാണ് ഇവിടെ. അതൊരു വർഷം കൊണ്ട് ഇങ്ങനെ കുഴിച്ചിട്ടിരിക്കുക. ഒരു 10 മീറ്ററേ ഉള്ളൂ. ബാക്കി സർവീസ് റോഡെല്ലാം പൂർത്തിയായിരിക്കും. അപ്പുറം ഇപ്പുറം ഇല്ല. ഇത് മാത്രമേ ഉള്ളൂ. ലൈറ്റൊന്നും ഇല്ലല്ലോ. ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത്. ഈ ഗ്യാപ്പ് കാണുന്ന ഭാഗത്തുകൂടി ജല അതോറിറ്റിയുടെ പൈപ്പ് കടന്നു പോകുന്നുണ്ടെന്നും പലതവണ ആവശ്യപ്പെട്ടിട്ടും ആ പൈപ്പ് മാറ്റാനുള്ള ജോലികൾ ആ വകുപ്പ് ചെയ്തില്ലെന്നും അതുകൊണ്ടാണ് ഈ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്തതുമെന്നുള്ളതാണ് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ പറയുന്നത്. ഒന്നാമത് കുറേ കല്ലും കാര്യങ്ങളെല്ലാം ഇവിടെ എടുത്ത് വെച്ചിരുന്നെങ്കിൽ ഇത്രയും ഇതൊന്നും വരത്തില്ല. എന്ന് പറഞ്ഞാൽ ഈ പൈപ്പ് ലൈൻ മാറ്റി കൊടുത്താൽ മാത്രമേ അവർക്ക് ഓട ഇടാൻ പറ്റൂ. 1 മണിക്കൂറിനുള്ളിൽ 1 കിലോമീറ്റർ ചുറ്റളവിൽ സമാനമായ മറ്റൊരു അപകടം കൂടിയുണ്ടായി. കായംകുളം സ്വദേശി നബീൻ ഷായാണ് കുഴിയിൽ വീണത്. ഗുരുതരമായി പരിക്കേറ്റ യുവാവ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിങ്ങൾക്ക് ഈ ബൈക്കിലൊക്കെ റോഡിൽ കൂടെ പോകാൻ പേടിയാവുന്നു? തീർച്ചയായിട്ടും. അതായത് നിത്യേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഇപ്പോൾ ഈ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് കഴിഞ്ഞ് അടുത്ത ഒരു 5 മിനിറ്റിലേക്ക് അടുത്ത കിലോമീറ്ററിലേക്ക് മാറുമ്പോൾ തന്നെ അടുത്ത ആക്സിഡൻറ്റ്. ഇങ്ങനെ ഈ ചുറ്റുവട്ടം മൊത്തം ആക്സിഡൻറ്റാൽ ചുറ്റപ്പെട്ട ഒരു അന്തരീക്ഷമായി തീർന്നേക്കുവാണ് ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. ദേശീയപാതയുടെ നിർമ്മാണം ആരംഭിച്ച ശേഷം ഏറ്റവും കുറഞ്ഞത് 2 ഡസൻ ആളുകളെങ്കിലും ഈ ഹൈവേയിൽ അപകടത്തെ തുടർന്ന് മരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പറവൂരിലും സമാനമായ രീതിയിൽ അപകടമുണ്ടായി. പലപ്പോഴും മുന്നറിയിപ്പ് ബോർഡുകളൊന്നുമില്ലാത്തതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പലതവണ പരാതിപ്പെട്ടിട്ടും ഈ നിർമ്മാണ കമ്പനികളാകട്ടെ ദേശീയപാത അതോറിറ്റി ആകട്ടെ അതൊന്നും കാര്യമായ രീതിയിൽ മുഖവിലേക്ക് എടുക്കാറില്ല. അന്ന് ശരിക്കും പേടിച്ചാണ് ഓടുന്നത്. എപ്പോഴും പേടിച്ചത്. അന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ടൊന്നും വരാറില്ല. കാര്യം ഭയപ്പാടാ. ജീവൻ പണയം വെച്ചാൽ ഇതിൽ ഓടുന്നത്. പാലമുറയ്ക്കാനും പാടത്തിൻ്റെ ബണ്ടുറയ്ക്കാനും ഒക്കെ മനുഷ്യനെ ബലി കൊടുക്കുന്ന പ്രാകൃത ആചാരമുണ്ടായിരുന്നു പണ്ട്. അതിന് സമാനമാണ് ദേശീയപാതയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ എത്ര മനുഷ്യർക്ക് ജീവൻ നഷ്ടമാകുമെന്ന് കണ്ടറിയണം. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.